ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുകയാണ് രാജ്യം. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ പാർട്ടികൾ തങ്ങളുടെ സ്ഥാനാർത്ഥികൾ ആരായിരിക്കണം എന്ന ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നു. സീറ്റ് വിഭജന ചർച്ച നടക്കുന്നു. ഒരു ഭാഗത്ത് NDAയും മറുഭാഗത്ത് ഇന്ത്യ എന്ന മഹാസഖ്യവും തമ്മിൽ പോരടിക്കുന്നു. എന്തായാലും പുതിയ രാഷ്ട്രീയ കരുനീക്കങ്ങളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത്. കോൺഗ്രസ് അടക്കമുള്ള നിരവധി പാർട്ടികൾ ഒരു ഭാഗത്തും BJPയും BJPയുടെ ഘടകകക്ഷികളായ NDA അടക്കമുള്ള പാർട്ടി മറുഭാഗത്തും. ആര് ജയിക്കും ആര് തോൽക്കും, തങ്ങൾ ജയിക്കും എന്നാണ് എല്ലാ പാർട്ടികളും അവകാശവാദം ഉന്നയിക്കുന്നത്. NDA കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ സ്വന്തമാക്കുമെന്ന ആത്മവിശ്വാസത്തിൽ നിൽക്കുന്നു. ശ്രീരാമക്ഷേത്ര ഉദ്ഘാടനമൊക്കെ അവരുടെ ആത്മവിശ്വാസത്തിന്റെ ആഴം കൂട്ടുന്ന ഘടകം തന്നെയാണ്. ഇന്ത്യ സഖ്യത്തിലെ മുന്നണികൾ തമ്മിലുള്ള ഭിന്നാഭിപ്രായവും NDAക്ക് വലിയ ആത്മവിശ്വാസമാണ് പകരുന്നത്. ഈ സമയത്താണ് ഇന്ത്യ ടുഡേയുടെ സർവേ പുറത്തു വരുന്നത്. മൂഡ് ഓഫ് ദ നേഷൻ എന്ന പേരിൽ ഡിസംബർ 15 മുതൽ ജനുവരി 28 വരെ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും പോയി അവർ നടത്തിയ സർവേയുടെ ഭാഗമായി വരുന്ന കണക്ക് പ്രകാരം വീണ്ടും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ NDA സർക്കാർ അധികാരത്തിൽ വരും. ഏറ്റവും വലിയ ഏകകക്ഷിയായി BJP നിലകൊള്ളും. കോൺഗ്രസിന് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ കരസ്ഥമാക്കുവാൻ സാധിക്കും. തെക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഒരിടത്തു പോലും BJPക്ക് മേൽക്കൈ ഉണ്ടാകില്ല. കേരളത്തിലും തമിഴ്നാട്ടിലും BJPക്ക് സീറ്റ് ലഭിക്കില്ല എന്നതടക്കമുള്ള പ്രവചനാതീതമായ രീതിയിലുള്ള പ്രവചനങ്ങൾ അല്ലെങ്കിൽ ഫലങ്ങളാണ്, സർവേ ഫലങ്ങളാണ് ഇന്ത്യ ടുഡേ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. ഇന്ത്യ ടുഡേയുടെ സർവേ പ്രകാരം NDA സഖ്യം 305 സീറ്റുകൾ കരസ്ഥമാക്കി കേവല ഭൂരിപക്ഷം മറികടക്കും. അതോടുകൂടി അവർ അധികാരത്തിലെത്തും. BJP ഒറ്റയ്ക്ക് 304 സീറ്റുകൾ നേടുമെന്നാണ് ഇന്ത്യ ടുഡേയുടെ സർവേ. അതായത് കേവല ഭൂരിപക്ഷമായ 272 സീറ്റിനേക്കാൾ മുകളിൽ 304 സീറ്റ് BJP ഒറ്റയ്ക്ക് കരസ്ഥമാക്കും. കൂടെയുള്ള ഘടകകക്ഷികൾ കൂടി ചേർന്ന് NDA സഖ്യം മുഴുവനായി 335 സീറ്റുകൾ കരസ്ഥമാക്കുമെന്നാണ് ഇന്ത്യ ടുഡേയുടെ സർവേ ഫലം. ഇന്ത്യ എന്ന മഹാസഖ്യം 166 സീറ്റുകൾ കരസ്ഥമാക്കും. അതായത് കോൺഗ്രസ് ഒറ്റയ്ക്കല്ല, ഇന്ത്യ സഖ്യം മൊത്തത്തിൽ കരസ്ഥമാക്കുക 166 സീറ്റുകളായിരിക്കും. അതിൽ മറ്റു പാർട്ടികൾ കരസ്ഥമാക്കുന്നത് 42 സീറ്റുകൾ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഒറ്റകക്ഷിയായി കരസ്ഥമാക്കിയത് 303 സീറ്റുകളായിരുന്നു. അത് ഇത്തവണ ഒരു സീറ്റ് കൂടി വർദ്ധിച്ച് 304 ആകും എന്ന സർവേ. കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കരസ്ഥമാക്കിയത് 52 സീറ്റുകളായിരുന്നു. ഇത്തവണ അത് 71 ഉയർത്തുമെന്നാണ് ഇന്ത്യ ടുഡേയുടെ സർവേ. മോശമല്ലാത്ത രീതിയിലുള്ള മത്സരം തന്നെ കോൺഗ്രസ് കാഴ്ചവെക്കും. പക്ഷേ വിജയം ഒടുവിൽ ഉണ്ടാകുക BJPക്കായിരിക്കും, NDA മുന്നണിക്കായിരിക്കും എന്ന ഇന്ത്യ ടുഡേയുടെ സർവേ. പക്ഷേ ദക്ഷിണേന്ത്യയിൽ ഇക്കുറിയും BJPക്ക് മുന്നേറ്റം ഉണ്ടാകില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു സീറ്റ് പോലും ലഭിക്കില്ല എന്ന് കൃത്യമായി പറയുന്നുണ്ട് ഇന്ത്യ ടുഡേയുടെ സർവേയിൽ. ദക്ഷിണേന്ത്യയിൽ ഇത്തവണയും BJPക്ക് മുന്നേറ്റം ഉണ്ടാക്കുവാൻ സാധിക്കില്ല എന്നാണ് ഇന്ത്യ ടുഡേയുടെ സർവേ പറയുന്നത്. അതായത് കേരള ജനത ഇപ്പോഴും BJPയെ വെറുക്കുന്നു. അധികാര കേന്ദ്രങ്ങളിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ 20-ൽ ഒരിടത്തു നിന്ന് പോലും BJPയെ ഇവിടെ നിന്നും വിജയിപ്പിച്ചു വിടില്ല എന്ന ഉറച്ച നിലപാടെടുത്തവരാണ് ഇന്ത്യയിലെ ഉയർന്ന സാക്ഷരത നേടിയിട്ടുള്ള 98% മുകളിൽ സാക്ഷരതയുള്ള ഇന്ത്യയിലെ ജനത വിചാരിച്ചിരിക്കുന്നത് എന്നാണ് സർവേ ഫലം പറയുന്നത്. അല്ലെങ്കിൽ മറ്റു പാളയങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങളും ഇത്തരത്തിൽ തന്നെയാണ്. BJPയെ യാതൊരു കാരണവശാലും ഇത്തവണയും കേരളത്തിൽ നിന്ന് വിജയിപ്പിച്ചു വിടില്ല. അത് തൃശൂർ എടുക്കാൻ വന്ന സുരേഷ് ഗോപിയാണെങ്കിലും തിരുവനന്തപുരത്ത് വരാൻ പോകുന്ന ശക്തനായ BJP സ്ഥാനാർത്ഥിയാണെങ്കിലും പത്തനംതിട്ടയിൽ സീറ്റ് നോക്കിയിരിക്കുന്ന PC ജോർജ് ആണെങ്കിലും ഉണ്ണി മുകുന്ദനാണെങ്കിലും ഇനിയല്ല സാക്ഷാൽ കുമ്മനം രാജശേഖരനാണെങ്കിലും ആറ്റിങ്ങലിലെ കേന്ദ്രമന്ത്രി V മുരളീധരനാണെങ്കിലും ഇവരെ ആരെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ലോക്സഭയിലേക്ക് കടത്തിവിടില്ല എന്നാണ് ഇന്ത്യ ടുഡേയുടെ സർവേ പ്രകാരം പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം. പക്ഷേ കേന്ദ്ര നേതൃത്വത്തിൽ BJP തന്നെ അധികാരത്തിൽ വരും. BJP അധികാരത്തിൽ വരിക തന്നെ ചെയ്യുമെന്നാണ്. ഏറ്റവും വലിയ ഏകകക്ഷിയായി BJP 304 സീറ്റുകൾ ഒറ്റയ്ക്ക് കരസ്ഥമാക്കും. കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു സീറ്റ് കൂടി അധികമായി നേടും എന്നൊക്കെയാണ് സർവേ ഫലങ്ങൾ പുറത്തു വരുന്നത്. BJP വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളായി പറയുന്നത് ഹിന്ദു കാർഡാണ്. അതോടൊപ്പം തന്നെ ശ്രീരാമക്ഷേത്ര നിർമ്മാണം. അത് ഉണ്ടാക്കിയ തരംഗം ചെറുതൊന്നുമല്ല. BJP ഒരു തവണ പോലും ലോക്സഭയിലേക്ക് അയച്ചിട്ടില്ലാത്ത കേരളത്തിൽ പോലും ശ്രീരാമക്ഷേത്ര നിർമ്മാണം ഉണ്ടാക്കിയ തരംഗം ചെറുതൊന്നുമല്ല എന്ന സർവേ റിപ്പോർട്ടിന്റെ ഫലത്തിൽ പറയുവാൻ സാധിക്കും. അവിടെ രണ്ടാമത്തേത് ഹിന്ദു കാർഡുകൾ തന്നെയാണ്.
BJPക്ക് വിജയ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഇടങ്ങളിൽ എല്ലാം ഹൈന്ദവ വോട്ടുകൾ ധാരാളം ഉള്ള ഇടങ്ങളാണ്. തിരുവനന്തപുരവും അത്തരത്തിലുള്ള ഒരിടമാണ്, തൃശ്ശൂരും അത്തരത്തിലുള്ള ഒരിടമാണ്, പത്തനംതിട്ടയും അത്തരത്തിലുള്ള ഒരിടമാണ്, പാലക്കാടും അത്തരത്തിലുള്ള ഇടമാണ്. അങ്ങ് UP-യിൽ ശ്രീരാമനെ കൂട്ടുപിടിച്ചെങ്കിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ BJP അധികാരത്തിൽ വരുവാൻ വേണ്ടി മുറുകെ പിടിക്കുന്നത് പത്മനാഭസ്വാമിയെയാണെന്ന ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് പത്മനാഭദാസൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആനന്ദ് വർമ്മയെ അടക്കമുള്ള ആളുകളെ സ്ഥാനാർത്ഥികളാക്കുവാനുള്ള തന്ത്രങ്ങൾ BJP മെനയുന്നത്. പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ അയ്യപ്പസ്വാമിയെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് മാളികപ്പുറം എന്ന സിനിമയിലൂടെ അതീവ ശ്രദ്ധ നേടിയ ഉണ്ണി മുകുന്ദൻ എന്ന സിനിമാ നടനെ അടക്കമുള്ളവരെ സ്ഥാനാർത്ഥികളായി പരിഗണിക്കുന്നത്. നിരവധി ക്ഷേത്രങ്ങളുള്ള തൃശ്ശൂരിൽ, ശക്തന്റെ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നത്. അപ്പോൾ എല്ലാ തരത്തിലും ഹൈന്ദവ ഭൂരിപക്ഷമുള്ള ഇടങ്ങളിൽ BJP വിജയിക്കുമെന്ന കടുത്ത ആത്മവിശ്വാസത്തിലാണ്. പക്ഷേ ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ട് സർവേ പ്രകാരം ഡിസംബർ 15 മുതൽ ജനുവരി 28 വരെ നടത്തിയ ഇന്ത്യ ടുഡേയുടെ മൂഡ് ഓഫ് ദി നേഷൻ എന്ന് പറയുന്ന സർവേ പ്രകാരം BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമെങ്കിൽ പോലും കേരളത്തിൽ എവിടെയും BJP അധികാരത്തിൽ വരില്ല എന്നാണ് സർവേ റിപ്പോർട്ട്. ദക്ഷിണേന്ത്യയിൽ മികച്ച രീതിയിൽ ഇന്ത്യ സഖ്യം സീറ്റുകൾ കരസ്ഥമാക്കും. ഇന്ത്യ സഖ്യം വിജയിച്ച് വരിക തന്നെ ചെയ്യും ദക്ഷിണേന്ത്യയിൽ നിന്ന്. പക്ഷേ കേന്ദ്രത്തിൽ നോക്കുമ്പോൾ 303 എന്ന സംഖ്യ മാറി 304 വർദ്ധിച്ചു വരുമെന്ന സർവേ ഫലവും പുറത്തു വരുന്നുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണേണ്ട അംഗമാണ്. BJP മൂന്നാം തവണയും രാജ്യത്തെ ഭരിക്കാൻ വരികയാണോ, അതോ ഇന്ത്യ സഖ്യത്തിന് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് BJPയെ തകർത്തെറിയുവാൻ കഴിയുമോ എന്നൊക്കെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ വ്യക്തമാകും. ഇന്ത്യ ടുഡേയുടെ സർവേ ഫലത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.